ലോകം ഇന്നൊരു ഭീതിയോടെ നോക്കുന്നത് ഒരു പ്രദേശത്തെയല്ല, മറിച്ച് പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു ഭീകര യാഥാർത്ഥ്യത്തെയാണ്. മിഡിൽ ഈസ്റ്റ് ഇന്നൊരു സാധാരണ സംഘർഷ ഭൂമിയല്ല, മറിച്ച് അതൊരു വെടിമരുന്ന് കോപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തീപ്പൊരി ഏത് നിമിഷവും ലോകത്തെ വിഴുങ്ങുമെന്നറിയാത്ത അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. വർഷങ്ങളായി അടിച്ചമർത്തിയിരുന്ന വൈരാഗ്യവും ശക്തി പ്രദർശനങ്ങളും ഇപ്പോൾ തുറന്ന ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഓരോ മിസൈൽ നീക്കവും ഓരോ മുന്നറിയിപ്പും ഒരു രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് മനുഷ്യ ചരിത്രത്തിന്റെ അടുത്ത വലിയ അധ്യായം എഴുതാൻ തയ്യാറെടുക്കുന്നുവെന്ന തോന്നൽ ശക്തമാക്കുന്നു. ഈ സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയ കടുത്ത മുന്നറിയിപ്പ് ഒരു ഇടിമുഴക്കം പോലെ വന്നിരിക്കുന്നത്. ഈ സംഘർഷത്തിലേക്ക് നേരിട്ട് കടന്നുകയറരുത് എന്ന ഇറാന്റെ കർശനമായ നിലപാട് വെറും ഒരു നയതന്ത്ര പ്രസ്താവനയല്ല, മറിച്ച് നിയന്ത്രണം വിട്ടുപോയാൽ യുദ്ധത്തിന്റെ അതിർവരമ്പുകൾ ഏഷ്യയും കടന്ന് യൂറോപ്പിലേക്ക് വ്യാപിക്കുമെന്ന കൃത്യമായ ഭീഷണിയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണയായി കാണാറുള്ള രാഷ്ട്രീയ നാടകങ്ങളിൽ നിന്നും ഭിന്നമായി വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ പ്രകമ്പനം ഈ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹം ശ്വാസമടക്കി പിടിച്ചു നോക്കുന്ന ഈ വഴിത്തിരിവ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായി മാറിയേക്കാം. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രകടിപ്പിച്ച നിലപാട് വളരെ വ്യക്തമാണ്. അമേരിക്കയും ഇസ്രയേലും സ്വീകരിക്കുന്ന നിലപാടുകളോട് യൂറോപ്യൻ രാജ്യങ്ങൾ അനുകൂല നിലപാട് കൈക്കൊള്ളുന്നതായി ഇറാൻ കാണുന്നു. ഇത് ന്യായാധിപത്യവും അന്താരാഷ്ട്ര നിയമങ്ങളും സംരക്ഷിക്കുന്നതിൽ യൂറോപ്പ് പ്രഖ്യാപിക്കുന്ന മൂല്യങ്ങൾക്ക് തന്നെ വിരുദ്ധമാണെന്ന ശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമലംഘനമാണെന്ന ആരോപണം സംഘർഷത്തെ ന്യായപരവും നൈതികവുമായ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. യൂറോപ്പ് ഇസ്രയേലിന് നൽകുന്ന നിശബ്ദ പിന്തുണയോ അല്ലെങ്കിൽ പരസ്യമായ സൈനിക സഹായമോ ഇറാന്റെ കണ്ണിൽ പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്ന നീക്കങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ പക്കൽ മതിയായ ആയുധശേഖരണം ഉണ്ടെന്നും അത് പ്രയോഗിക്കാൻ മടിയില്ലെന്നുമാണ് ടെഹ്റാനിൽ നിന്നുള്ള സന്ദേശം. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിൽ സുരക്ഷിതരാണെന്ന് കരുതേണ്ടതില്ലെന്നും മിഡിൽ ഈസ്റ്റിലെ തീ ആളിപ്പടർന്നാൽ അതിന്റെ കനലുകൾ ലണ്ടനിലും പാരീസിലും ബെർലിനിലും എത്തിയേക്കാമെന്നും ഇറാൻ പരോക്ഷമായി സൂചിപ്പിക്കുന്നു. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് അതീവ സൂക്ഷ്മതയോടെയാണ് രൂപപ്പെടുന്നത്. നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതേസമയം ഗൾഫ് മേഖലയിലുള്ള സഖ്യരാജ്യങ്ങൾക്ക് പ്രതിരോധ പിന്തുണ നൽകുന്ന ഒരു മധ്യസ്ഥ സമീപനമാണ് പല രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിലപാട് യൂറോപ്പിന് തൽക്ഷണ യുദ്ധഭൂമി ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ഇത് മതിയായ പിന്തുണ കാണപ്പെടുന്നില്ല. പാശ്ചാത്യ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നു വരുന്നത് ഇറാൻ അനുകൂലമായ ഒരു ഘടകമാണ്. അമേരിക്കയുടെ കടുത്ത നിലപാടുകളോട് പൂർണ്ണമായി യോജിക്കാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറല്ല. റഷ്യ യുക്രൈൻ യുദ്ധം വരുത്തിവെച്ച സാമ്പത്തിക ആഘാതങ്ങളിൽ നിന്നും മുക്തമാകാത്ത യൂറോപ്പിന് മറ്റൊരു വലിയ യുദ്ധം താങ്ങാനാവില്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു. എങ്കിലും ഇസ്രയേലിന്റെ സുരക്ഷ എന്ന വിഷയത്തിൽ അമേരിക്കയുമായി പിണങ്ങാൻ അവർക്ക് സാധിക്കില്ല. ഈ ഇരട്ടത്താപ്പാണ് ഇറാന്റെ കടുത്ത വിമർശനത്തിന് കാരണമാകുന്നത്. ഇറാൻ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് നയതന്ത്രത്തിന്റെ വിശ്വസ്തത. വാഷിംഗ്ടണുമായി നല്ല വിശ്വാസത്തോടെ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനിടെ തുടരുന്ന സൈനിക ആക്രമണങ്ങൾ ആ ചർച്ചകളുടെ അർത്ഥം ഇല്ലാതാക്കുകയാണെന്നാണ് ഇറാന്റെ ആരോപണം. ഇത് വെറും സൈനിക സംഘർഷമല്ല, മറിച്ച് നയതന്ത്ര വിശ്വാസത്തിന്റെ തകർച്ചയാണ്. ആശയവിനിമയം ഇപ്പോൾ ഔദ്യോഗികമായി ചർച്ചകളായി മാറാതെ സന്ദേശ കൈമാറ്റം മാത്രമായി ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണെന്ന വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ പരാമർശം ഈ പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്നു. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അത്യധികം കടുപ്പമേറിയതാണ്. വെടിനിർത്തൽ പോലുള്ള താൽക്കാലിക പരിഹാരങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. പകരം ഭാഗികമായ വെടിനിർത്തലുകളല്ല, മറിച്ച് മേഖലയിൽ നിന്നുള്ള വിദേശ ശക്തികളുടെ പിന്മാറ്റമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ തങ്ങളുടെ മണ്ണിലോ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെയോ ആക്രമണം ഉണ്ടാവില്ലെന്ന അന്താരാഷ്ട്ര ഗ്യാരണ്ടി അവർ ആവശ്യപ്പെടുന്നു. ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഇറാൻ ഉയർത്തുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ വളരെ പ്രയാസമുള്ളവയാണെന്ന് അന്താരാഷ്ട്ര വിദഗ്ധരും വിലയിരുത്തുന്നു. അതിനാൽ തന്നെ സമാധാനപരമായ ഒരു പരിഹാരത്തിലേക്കുള്ള വഴികൾ ഓരോ ദിവസവും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാർ ആവശ്യമില്ലെന്നും ആണവായുധശേഷി നിയന്ത്രിക്കപ്പെടുകയെന്നും ഉറപ്പായാൽ US തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കിയതായി കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രവചനം യുദ്ധത്തിന്റെ യാഥാർത്ഥ്യത്തെക്കാൾ രാഷ്ട്രീയ സന്ദേശമായാണ് പലരും കാണുന്നത്. ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന പരമാവധി സമ്മർദ്ദം എന്ന നയം ഇറാനെ സാമ്പത്തികമായി തളർത്താനാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത് ഇറാന്റെ സൈനിക വീര്യം കുറയ്ക്കുന്നതിന് പകരം അവരെ കൂടുതൽ പ്രകോപിപ്പിക്കാനാണ് സഹായിക്കുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നിലപാടുകൾ യൂറോപ്പിനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. കാരണം അമേരിക്ക സുരക്ഷിതമായി ദൂരത്തിരുന്ന് യുദ്ധം നിയന്ത്രിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് യൂറോപ്പിനായിരിക്കും. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒരു പ്രാദേശിക തർക്കത്തിൽ നിന്ന് മാറി വൻശക്തികൾ നേർക്കുനേർ വരുന്ന ഒരു ലോകയുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് ലോകത്തെ ഒന്നടങ്കം ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. ലോകത്തെ എണ്ണക്കടത്തിന്റെ സിംഹഭാഗം നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാന്റെ ഈ പാത തടസ്സപ്പെടുത്തിയാൽ ആഗോള തലത്തിൽ ഇന്ധനവില കുതിച്ചുയരും. ഇത് ഇന്ത്യ
ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും തകർക്കും. ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. യൂറോപ്പിലെയും ഏഷ്യയിലെയും വിപണികൾ തമ്മിലുള്ള ബന്ധം ഇതോടെ മറിയും. ഗ്ലോബൽ ടെക്നോളജി കമ്പനികൾക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ ആലോചിച്ചിരുന്നു എന്ന വാർത്തകൾ വരുന്നത് ഡിജിറ്റൽ ലോകത്തെ ഭീതിയിലാഴ്ത്തുന്നു. വിവരസാങ്കേതിക വിദ്യയെ യുദ്ധതന്ത്രമായി ഉപയോഗിക്കുന്നത് ലോകത്തെ നിശ്ചലമാക്കാൻ പര്യാപ്തമാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് തങ്ങളുടെ മിസൈൽ ശേഖരം വിന്യസിച്ചതായും ഡെക്കാപ്പിറ്റേഷൻ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ സജ്ജമാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ വ്യോമസേനയെ പൂർണ്ണ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നാറ്റോ സഖ്യത്തെ ഉൾപ്പെടെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇടയാക്കും. ഇറാന്റെ പുതിയ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് അവർ ഒരു അവസാന പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ്. തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല തകരുക എന്ന സന്ദേശമാണ് അവർ യൂറോപ്പിന് നൽകുന്നത്. ഇതൊരു ആത്മഹത്യാപരമായ നീക്കമാണെന്ന് ചിലർ കരുതുമ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്ര പോലെ അതീവ സങ്കീർണവുമാണ്. ഒരു വശത്ത് സൈനിക കരുത്ത് തെളിയിക്കാനുള്ള മത്സരങ്ങളും പ്രകോപനപരമായ നീക്കങ്ങളും തുടരുമ്പോൾ മറുവശത്ത് ലോകത്തെ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളി വീഴ്ത്താതിരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ദുർബലമായെങ്കിലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ തുലനാവസ്ഥ എത്രത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഓരോ ദിവസവും സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ കേവലം ഒരു ചെറിയ പിഴവോ തെറ്റായ കണക്കുകൂട്ടലോ പോലും നിയന്ത്രണാതീതമായ ഒരു ആഗോള യുദ്ധത്തിന് തിരികൊളുത്തിയേക്കാം. ഇറാന്റെ പുതിയ മുന്നറിയിപ്പും അമേരിക്കയുടെ നീക്കങ്ങളും സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ നയതന്ത്രജ്ഞർക്ക് വിശ്രമമില്ലാതാക്കുമെന്നാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം എന്നത് കേവലം ഒരു പ്രാദേശിക ആവശ്യമല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും അനിവാര്യമായ ഒന്നാണ്. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് ഇന്ന് ലോകത്തെ നെഞ്ചിടിപ്പായി മാറിയിരിക്കുന്നു. ഇറാന്റെ ഈ മുന്നറിയിപ്പ് യൂറോപ്പ് എത്രത്തോളം ഗൗരവകരമായി കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും നാളുകളിലെ സമാധാനം. തോക്കുകൾക്ക് പകരം വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യം ഉടലെടുത്തില്ലെങ്കിൽ ചരിത്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പ്രവചനാതീതമായ നാശനഷ്ടങ്ങൾക്കായിരിക്കും. ആഗോള ശക്തികളുടെ വിവേകപൂർണമായ ഇടപെടലുകൾ മാത്രമാണ് ഈ സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ ലോകത്തിന്റെ മുന്നിലുള്ള ഏക പ്രത്യാശ. യുദ്ധമാർഗം ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവ് വൈകിയാണെങ്കിലും വൻ ശക്തികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഓരോ മിസൈൽ വിക്ഷേപണത്തിനും പിന്നിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വപ്നങ്ങളുമാണെന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചുകൂടാ. സമാധാനത്തിനായുള്ള ചർച്ചകൾക്ക് ഇനിയും സമയം അതിക്രമിച്ചിട്ടുമില്ല. എന്നാൽ അതിനായി ഇറാൻ ഉയർത്തുന്ന ആശങ്കകളും യൂറോപ്പിന്റെ നിലപാടുകളും ഒരു പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അഗ്നി കെടുത്താൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ആ അഗ്നി ലോകത്തിന്റെ ഭാവി തന്നെ ചുട്ട് ചാമ്പലാക്കിയേക്കാം.